മറ്റ് ചിന്തകളൊന്നും കൂടാതെ പരിപൂർണമായി ഭഗവാനിലേക്ക് മനസ്സർപ്പിച്ച് ഏറ്റവും ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു ക്രിയയാണ് ശ്രാദ്ധകർമ്മം. പിതൃക്കൾ തൃപ്തരായാലേ തളിർക്കൂ തറവാടുകൾ. നമ്മുടെ പൂർവികന്മാരുടെ അനുഗ്രഹ കൃപാകടാക്ഷങ്ങളാണ് നമ്മുടെ നിത്യജീവിതത്തിലെ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും എല്ലാം പ്രദാനം ചെയ്തു. അവരുടെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാകണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഏറ്റവും ശ്രദ്ധയോടുകൂടി സമർപ്പിക്കേണ്ട ഒരു ക്രിയയാണ് പിതൃതർപ്പണം. പിതൃക്കൾ തൃപ്തരായാലേ തളിർക്കൂ തറവാടുകൾ. നമ്മുടെ പൂർവികന്മാരുടെ അനുഗ്രഹം എന്നും നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഏറ്റവും ശ്രദ്ധയോടുകൂടിയും ഭക്തിയോടുകൂടിയും അച്ചടക്കത്തോടുകൂടിയുമാണ് നമ്മുടെ ക്രിയയുടെ ആദ്യ അവസാനം നിർവഹിക്കേണ്ടത്. കർക്കിടക മാസത്തിലെ അമാവാസി മറ്റ് അമാവാസികളിൽ നിന്നും വ്യത്യസ്തമായി പിതൃക്കൾക്ക് ഏറ്റവും വിശേഷപ്പെട്ട ഒന്നാണ്. കാരണം ഭൂമിയിലെ ഒരു വർഷകാലത്തെ പിതൃക്കളുടെ ഒരു ദിവസമായാണ് നമ്മൾ കണക്കാക്കുന്നത്. അതിലെ കർക്കിടക മാസം തൊട്ട് വരുന്ന ദക്ഷിണായനം, അതായത് ധനുമാസം വരെയുള്ള സമയം ദക്ഷിണായന കാലം പിതൃക്കളുടെ രാത്രി കാലവും, ഭൂമിയിലെ ഉത്തരായന കാലം, അതായത് ദേവപൂജകൾക്ക് ഏറ്റവും പ്രധാനമുള്ള ഉത്തരായന കാലം മകരമാസം തൊട്ട് മിഥുനമാസം വരെയുള്ള സമയം പിതൃക്കളുടെ പകൽ സമയവുമാണ്. പിതൃപൂജകൾക്ക് ഏറ്റവും വിശേഷമായിട്ടുള്ള ത്രിസന്ധ്യ നേരം വരുന്നത് പിതൃലോകത്തെ സന്ധ്യാസമയമായ ഭൂമിയിലെ കർക്കിടക മാസം സമാരംഭിക്കുമ്പോഴാണ് പിതൃക്കൾക്ക് സന്ധ്യയാവുന്നത്. ഈ സമയത്ത് ഭൂമിയിൽ നമ്മൾ തർപ്പണം ചെയ്യുന്നതാണ് പിതൃക്കൾക്ക് ഏറ്റവും വിശേഷമായി കാണുന്നത്. അതുകൊണ്ടാണ് കർക്കിടക മാസത്തിലെ അമാവാസി ഏറ്റവും ശ്രേയസ്കരമായിട്ട് വരുന്നത്. കൂടാതെ നമ്മളെല്ലാവരും നാരായണനിൽ നിന്നും നരനായി ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതചക്രം പൂർത്തിയായി നമുക്ക് മൃതി സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പ്രേതമായി മാറുകയും ആ പ്രേതത്തെ ശുശ്രൂഷാദികളെല്ലാം ചെയ്ത് സംസ്കരിച്ച് പിണ്ടദാനം ചെയ്തു കഴിയുമ്പോൾ നമ്മളെ നമ്മളെ ആത്മാവ് പിതൃക്കളായി മാറുകയും ആ ആത്മാവിനെ നമ്മള് മരിച്ച നക്ഷത്രമോ അല്ലെങ്കിൽ അമാവാസിയോ തിഥി തോന്നോ തർപ്പണാദികൾ ചെയ്ത് 12 തർപ്പണം പൂർത്തിയാക്കി ശ്രാദ്ധം കൂട്ടിക്കഴിഞ്ഞാൽ ആത്മാവിനെ മോക്ഷത്തിന് പ്രാപ്തമാകുന്നതാണ്. 1 വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ ആത്മാവിന് സ്വർഗലോക പ്രാപ്തി അല്ലെങ്കിൽ മോക്ഷത്തിന് സ്വയം പ്രാപ്തമാകുന്ന 1 വർഷം പൂർത്തിയായാൽ 12 വർഷത്തിനുള്ളിൽ നമ്മൾ ആത്മാവിന് മോക്ഷം കൊടുക്കേണ്ട കർത്തവ്യം അവരുടെ മക്കൾക്കുള്ളതാണെന്നാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വിശേഷമായിട്ട് കർമ്മമാണ് പിതൃതർപ്പണവും തിലഹോമവും. ഒരു മനുഷ്യൻ ആരോഗ്യമുള്ള സമയത്ത് ജീവിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം എത്രമാത്രം ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന അത്രയും സംഖ്യ എള്ള് ഹോമിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആത്മചൈതന്യം വിടരും. അപ്പോൾ അവരുടെ മക്കളിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആത്മാംശത്തെ വേർപെടുത്തി ആ ആത്മാവിന് വിഷ്ണു പ്രാപ്തി നൽകുക അല്ലെങ്കിൽ സ്വർഗലോക പ്രാപ്തി ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും നാൾ അത് ചെയ്യുന്നത് വരെ ഇവരുടെ ആത്മാവ് നരകത്തിലാണ് വസിക്കുന്നതെന്നും അവിടെ നിന്നും ഈ ആത്മാവിനെ വിഷ്ണുപാദങ്ങളിലേക്ക് ലയിപ്പിക്കുക അല്ലെങ്കിൽ ഉയർത്തി പ്രാണനം ചെയ്ത് സ്വർഗപ്രാപ്തി കൊടുക്കുമ്പോഴാണ് നമ്മളുടെ പേര് പുത്രൻ അല്ലെങ്കിൽ പുത്രി എന്നായി മാറുന്നത്. നരകത്തിൽ നിന്നും ആത്മാവിനെ പ്രാണനം ചെയ്ത് മോക്ഷഗതി കൊടുക്കുന്നവരാരാണോ അവരാണ് പുത്രൻ അല്ലെങ്കിൽ പുത്രിക്കായി മാറുന്നത്. അത്രയും വിശേഷമായിട്ടുള്ള ഒരു കർമ്മമാണ് പിതൃകർമ്മം. നമ്മുടെ എല്ലാവരുടെയും ഭൂമിയിലേക്കുള്ള ജനനം ഒരു പിതൃകടത്തിലൂടെയാണ്. നമുക്ക് ഭൂമിയിൽ ജീവിക്കാനായി അവകാശം അല്ലെങ്കിൽ അനുവാദം തന്ന നമ്മുടെ പൂർവികരെ സ്മരണ പുതുക്കുവാനും അവരുടെ കടം വീട്ടുവാനും ഉള്ള ഒരവസരമാണ് കർക്കിടക മാസത്തിലെ അമാവാസി. പണ്ടുകാലങ്ങളിലെ എല്ലാ അമാവാസിക്കും പൂർവികന്മാരെ തർപ്പണം ചെയ്തിരുന്നു. പിന്നീട് കാലക്രമത്തിൽ നമ്മൾ അണുകുടുംബ സംവിധാനങ്ങളൊക്കെ ആയപ്പോഴാണ് കർക്കിടക മാസത്തിൽ മാത്രം ഒരു വിശേഷമായിട്ടുള്ള വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമാവാസി ഒരു വിശേഷമായിട്ട് കൊണ്ടാടുന്നത്. പിതൃലോകത്തെ ഉത്സവ കാലഘട്ടം കൂടെ ആകുന്നതുകൊണ്ടാണ് ഇത്ര വിശേഷമായി കരുതുന്നത്.
നമുക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു വർഷക്കാലം തർപ്പണാദികളെല്ലാം മുടങ്ങിയാലും കർക്കിടക മാസത്തിലെ അമാവാസി തർപ്പണം ചെയ്യുമ്പോൾ അതിന് പരിഹാരമാണെന്നും എല്ലാ പിതൃകടങ്ങളിൽ നിന്നും നമുക്ക് മുക്തി ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്രമാത്രം പ്രാധാന്യവും വിശേഷവും അർഹിക്കുന്നതാണ് കർക്കിടക മാസത്തിലെ അമാവാസി. അപ്പോൾ നമ്മൾ അതിന്റെ പ്രാധാന്യവും മഹാത്മ്യവും മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും ശ്രദ്ധയോടും ഭക്തിയോടും കൂടി വേണം ഈ കർമ്മം അനുഷ്ഠിക്കേണ്ടത്. എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക. നമ്മളുടെ കുലത്തിൽപ്പെട്ട് മരിച്ചു പോയിട്ടുള്ളവരെ മനസ്സിലേക്ക് സങ്കല്പിക്കുക. മനസ്സ് ഏകാഗ്രമാക്കി ഇവിടുന്ന് പറഞ്ഞു തരുന്ന മന്ത്രങ്ങൾ ശ്രദ്ധാപൂർവം ഭക്തി പുരസ്സരം എല്ലാവർക്കും ചേർന്ന് കേട്ട് ജപിച്ച് വേണം ക്രിയ പൂർത്തിയാക്കേണ്ടത്. നമ്മുടെ മുന്നിൽ 2 ഇലകളാണുള്ളത്. ഒന്ന് പൂജാദ്രവ്യങ്ങൾ വെച്ചിരിക്കുന്ന നിലയും ഒന്ന് ക്രിയ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിലയും. പൂജാദ്രവ്യങ്ങൾ വെച്ചിരിക്കുന്ന നിലയിലെ പവിത്രമോതിരം, ഒരു പൂർവ്വം, 2 കെട്ടാതെയുള്ള ദർഭകള്, പിണ്ട നൈവേദ്യം, അരിയും എള്ളും ചേർന്നിട്ടുള്ളൂ. പിന്നെ എള്ള് കുഴച്ചത്, പൂക്കള്, ചന്ദനം, ജലപാത്രം, നമ്മുടെ കൈ കഴുകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തളിക, ഇത്രയും സാധനങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം നമുക്ക് കർമ്മം സമാരംഭിക്കാം. എന്തെങ്കിലും പൂജാദ്രവ്യങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈയൊന്ന് ഉയർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അവിടെ കൊണ്ടുവന്ന് തരും. ആരും ശബ്ദം ഉണ്ടാക്കരുത്. അത് ഏറ്റവും പ്രധാനം ശ്രദ്ധയും ഭക്തിയും അച്ചടക്കവുമാണ് എന്നുള്ള കാര്യം ഓർത്ത് വളരെ ശ്രദ്ധയോടുകൂടി വേണം കർമ്മം അനുഷ്ഠിക്കേണ്ടത്. जो नियम पूजा द्रव्य में पवित्र जो है पवित्र दिया है और खुला वाला पवित्र दरबा दिया हुआ है, एक शीर्ष बांधा हुआ है, वो है क्या नहीं है तो हाथ ऊपर कर दीजिए। और अंगूठे जैसे बांधा हुआ पवित्र है वो देख लीजिए, अगर नहीं है तो हाथ ऊपर कर लीजिए। और देख लीजिए चंदन है क्या, देख लीजिए चंदन। फिर तिल जो है, तिल का निवेद्य होना चाहिए और चुट्टा वाला लूस वाला भी तिल होना चाहिए, ध्यान दीजिए। इसके हाथ में भी जो है ही नहीं तो हाथ ऊपर कर दिए। लोटा में देख लीजिए और पानी है कि नहीं। प्लेट राइट साइड में रखेगा, लेफ्ट साइड में पानी रखेगा। हाथ धोने के लिए राइट साइड में प्लेट, लेफ्ट साइड में पानी। കർമ്മം സമാരംഭിക്കുകയാണ്. എല്ലാവരും അല്പം പൂക്കളെടുത്ത് തൊഴുത് പിടിക്കുക. ഇരുന്നിട്ട് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവരെ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുക. എന്തെങ്കിലും പ്രയാസമുള്ളവർക്ക് ഇരുന്ന് തന്നെ കർമ്മം നിർവഹിക്കാം. थोड़ा सा फूल हाथ में लेकर खड़े हो जाइए, पूर्व दिशा की तरफ, किഴക്കോട്ട് തിരിഞ്ഞ് पूर्व दिशा की तरफ, കിഴക്ക് ഭാഗത്തോട്ട് തിരിഞ്ഞ് പൂക്കൾ തൊഴുത് പിടിച്ച് ഇവിടുന്ന് പറഞ്ഞിരുന്ന മന്ത്രങ്ങൾ ശ്രദ്ധാപൂർവം ഭക്തി പുരസ്സരം എല്ലാവരും ചെയ്യുന്നു എഴുതി ജപിച്ചു. ഓം നമോ നാരായണായ. 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 ഓം ഓം ഹരിശ്രീ ഹരിശ്രീ ഗണപതയേ നമഃ. ഗണപതയേ നമഃ. അഭിനമസ്തു അഭിനമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശംഖചക്രം ശംഖചക്രം ധരം ദേവം ധരം ദേവം ദിഭുജം ദിഭുജം പീതവാസസം പീതവാസസം പ്രാരംഭേ പ്രാരംഭേ സർവകർമാണാം സർവകർമാണാം പുണ്ടരീകം പുണ്ടരീകം സ്മരേധരിം. സ്മരേധരിം. എല്ലാവരും തെക്കു ഭാഗത്തോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു. सामने से देखते हुए
ഓം ശിവം शिवं ഭവതു മംഗളം भवतु मङ्गलम् ആയുരാരോഗ്യ आयुरारोग्य വർദ്ധനം वर्धनं മമ ബുദ്ധി मम बुद्धि പ്രകാശായ प्रकाशाय ദീപജ്യോതി दीपज्योति നമോ നമഃ. नमो नमः ഓം ॐ യമായ यमाय ധർമ്മരാജായ धर्मराजाय മൃത്യുവേ पृथ्वे അന്ധകായ ച अन्नदायकाय വൈവത്സകായ वैवत्सराय കാലായ कालाय സർവഭൂത सर्वभूत ക്ഷയായ ച क्षयाय च ഔദുംബരായ औदुम्बराय ദഗ്നായ प्रज्ञाय നീലായ नीलाय പരമേഷ്ഠിനെ परमेश्वरी മൃഗോദരായ गोदराय ചിത്രായ चित्राय ചിത്രഗുപ്തായ चित्रगुप्ताय വൈ നമ. वै नमः ഓം നമോ നാരായണായ. ओम नमो नारायणाय നന്നായി പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട് മരിച്ചുപോയവരെ സങ്കല്പിച്ചിട്ട് പൂക്കൾ ഇങ്ങനെ 3 പ്രാവശ്യം ഇടത് ഭാഗത്തോട്ട് ദൃഷ്ടിയിൽ ഒഴിഞ്ഞ് മുന്നിലിരിക്കുന്ന തുമ്പില അഥവാ കൂശനില പിതൃപീഠം എന്ന് സങ്കല്പിച്ച് പൂക്കളത്തിൽ അർപ്പിച്ച് താഴത്തോട്ട് നമസ്കരിച്ചിട്ട് സാവധാനം ഇരിക്കുക. लेफ्ट डायरेक्शन में 3 बार शिरस को घुमान के जो खाली पत्ता रखा हो उसमें समर्पित करने का। लेफ्ट डायरेक्शन में 3 बार घुमान ഇനി എല്ലാവരും ഇരിക്കുക സാവധാനം. ജലപാത്രത്തിൽ നിന്ന് അല്പം വെള്ളം വലത് കൈയുടെ കൈവെള്ളയിൽ ഒഴിച്ചിട്ട് ഇടത് കൈ ഇങ്ങനെ ആചാര കൈയായി പിടിച്ചിട്ട് മന്ത്രം ജപിക്കും. थोड़ा सा जल हाथ में ले लीजिए। ഓം ओम ഗംഗേ ച गंगे च യമുനേ ചൈവ यमुने चैव ഗോദാവരി गोदावरी സരസ്വതി सरस्वती നർമ്മദേ नर्मदे സിന്ധു കാവേരി सिंधु कावेरी ജലേസ്മിൻ जलेस्मिन् സന്നിധിം കുരു. सन्निधिं कुरु। അല്പം നമ്മുടെ ശിരസിൽ അല്പം ദേഹത്ത് തളിച്ച് ശുദ്ധിയാക്കി शिरस के ऊपर डाल के और शरीर के ऊपर डाल के शुद्धि करवाएं വീണ്ടും അല്പം വെള്ളം എടുത്ത് അയലയിലും പൂക്കളിലും എല്ലാം തളിച്ചു. और थोड़ा जल लेकर जो पिंड दिया वो भी शुद्ध कर लीजिए और खाली पत्ता दिन रखा हुआ वो भी शुद्ध कर लीजिए। പൂജാദ്രവ്യങ്ങൾ ഇരിക്കുന്ന ഇലയില് പവിത്രമോതിരമുണ്ട്. കെട്ടുള്ള നീളം കുറഞ്ഞതാണ് പവിത്രമോതിരം, ചെറുത്. അതെടുത്ത് ജലപാത്രത്തിൽ ഒന്ന് നനച്ചെടുത്ത് ഒരു പൂവും കൂടെ ചേർത്ത് തൊഴുത് പിടിച്ചു. जो अंगूठी के हिसाब से जो छोटा वाला दर्भा बांधा हुआ वो पवित्र बोला जाता है, वो निकाल कर पानी में डुबा कर थोड़ा सा फूल के साथ हाथ में पकड़ लीजिए। ഓം പവിത്രം पवित्रम പാപനാശനം पापनाशनम ആയുസ്തേജോ आयुर्तेजो ബലം സൗഖ്യം बलम सौख्यम അമാവാസി अमावास्या സാധ श्राद्धा ക്രിയാർഗം क्रियार्घम പവിത്രം पवित्रम ധാരണം നമ. धारणम नमः। രണ്ടും കൂടെ ചേർത്തൊന്ന് മണത്തിട്ട് പൂക്കൾ ശിരസിൽ ചൂടി പവിത്ര മോതിരം വലത് കൈയുടെ മോതിര വിരലിൽ അണിയണം. फूल जो है निकाल कर शिरस पर रखकर पवित्र जो है राइट हैंड का रिंग फिंगर में लगाएं। राइट हैंड रिंग फिंगर അതിനുശേഷം പൂജാദ്രവ്യങ്ങളിരിക്കുന്ന നിലയിൽ കെട്ടുള്ള നീളമുള്ള ഒരു ദർഭയുടെ ഊർജ്ജം അതെടുത്ത് വലത് കൈയിൽ പിടിക്കുക. കെട്ടാതെയുള്ള ദർഭകളുണ്ട്, അതെല്ലാം ചേർത്ത് ഇടത് കൈയിൽ പിടിക്കുക. शीर्ष बांधा हुआ है वो दर्भा राइट हैंड में पकड़ने का, खुला हुआ दर्भा लेफ्ट हैंड में पकड़ लीजिए। കെട്ടുള്ള ഭാഗം മുകൾ ഭാഗത്തോട്ട് വരത്തക്ക രീതിയിൽ വലത് കൈയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ക്രോസ് ചെയ്ത് രണ്ട് ചെവിയുടെ മുന്നിൽ क्रॉस में पकड़ लीजिए। ഓം ओम ശുക്ലാംബരധരം വിഷ്ണും शुक्लांबरधरं विष्णुं ശശിവർണം ചതുർഭുജം
शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्याये सर्वविघ्नोपशान्तये രണ്ടപ്പം ചേർത്തില്ല ഹൃദയത്തോട് ചേർത്ത് കൊടുത്തു. ഓം ശ്രീമദ് ഭഗവതോ മഹാപുരുഷസ്യ വിഷ്ണുരാജ്ഞായ പ്രവർത്തമാനസ്യ ആദ്യ ബ്രാഹ്മണ ദ്വിതീയ പരാർത്തേ ശ്വേത വരാഹകൽപേ വൈവൽസ്വത മന്വന്തരേ അഷ്ടാവിംശ ചതുർയുഗേ കലിയുഗേ പ്രഥമപാദേ ജംബുദ്വീപേ ഭാരതവർഷേ ഭാരതഖണ്ഡേ മേരുഹോ ദക്ഷിണേ പാർശ്വേ ശാലിവാഹന ശകാബ്ദോ നിർമ്മിതായ മഹാരാഷ്ട്ര ഭൗമോ ഗുരുദേവഗിരി ശിവക്ഷേത്ര സന്നിധോ പ്രഭവാദി ഷഷ്ടി സംവത്സരാണ പിംഗലനാമ സംവത്സരേ ശുഭ അയനേ ശുഭദോ ശുഭമാസേ ശുഭപക്ഷേ ശുഭനക്ഷത്ര യുക്തായ ഏവം ഗുണം സകല വിശേഷേണ വിശിഷ്ടായ അസ്മാദാദി ശ്രീ ഗുരുണാം ശ്രീമദ് ആചാര്യാണാം കമല വാസുദേവ സംഘർഷണ പ്രത്യുജ്ഞ അനിരുദ്ധ ചതുർമൂർത്തിയ ഏതൽ ജന്മനി പൂർവജന്മനി ജന്മജന്മാന്തര കൃതദോഷ അപമൃത്യു ഘോരമൃത്യു പിശാചമൃത്യു ചന്ദ്രമൃത്യു സമസ്ത മൃത്യുദോഷ പരിഹാരാർത്ഥം ശുഭനക്ഷത്ര ജാതായ ശുഭനക്ഷത്ര മൃതസ്യ പ്രേതസ്യ വിമുക്ത്യർത്ഥം സ്വർഗലോക സായുജ്യ ലഭ്യർത്ഥം പഞ്ചപിണ്ഡ പ്രധാന ക്രിയാംശ പിതൃശ്രാദ്ധം ആചാര്യമുഖേന പുരുഷമുഖേന അധ്യഗരിഷ്യേ നമഃ. ഓം ശാന്തിരസ്തു പുഷ്ടിരസ്തു സ്വസ്തിരസ്തു. ഓം നമോ നാരായണായ. शिरस्को लेफ्ट डायरेक्शन में 3 बार घुमाकर लेफ्ट डायरेक्शन में 3 बार घुमाएं. മുന്നിലിരിക്കുന്ന കൂസനിലെ പിതൃപീഠം എന്ന് സങ്കല്പിച്ച് അതിന്റെ മധ്യഭാഗത്തായിട്ട് സമർപ്പിക്കും. पत्ते का मध्य भाग में ചിലപ്പോൾ പൂക്കൾ എടുത്ത് തൊഴുത് പിടിച്ചോളൂ.
थोड़ा सा फूल हाथ में लीजिए। ओम कुशोसी कुशोसी कुशप्रष्टोसी कुशप्रष्टोसी ब्रह्मणा ब्रह्मणा निर्मितं निर्मितं पुरा पिण्डस्थाने पिण्डस्थाने गर्भासनं गर्भासनं स्वधा सदा गर्भയുടെ മുകളിലോട്ട് പൂക്കളാക്കി जल्दी के ऊपर समर्पित कीजिए। ഞാനിപ്പം എള്ളു വാരി കയ്യിലെടുക്കുക, വലത് കയ്യിൽ ഇപ്പൊ വെച്ച ദർഭയുടെ മുകളിലോട്ട് കാണിച്ച് പിടിച്ചിട്ട് ഇടത് കൈയോട് അല്പം വെള്ളം ഒഴിച്ച് ഇടത് കൈയിനെ ആചാര കൈയായി പിടിക്കും। तिल जो लूज वाला चुट्टा वाला तिल रखा हुआ है वो थोड़ा सा हाथ में ले लीजिए और थोड़ा पानी भी उसके ऊपर डाल लीजिए। ओम ओम शिवगोत्र शिवगोत्र उद्भवस्य उद्भवस्य शुभ नक्षत्र शुभ नक्षत्र जाताय जाताय शुभ नक्षत्र शुभ नक्षत्र मृतस्य मृतस्य प्रेतस्य प्रेतस्य प्रेतत्व प्रेतत्व विमुक्त्यर्थं विमुक्त्यर्थं स्वर्गलोक सर्वलोक सायुज्य सायुज्य लभ्यर्थं लभ्यर्थं अमावासी अमावास्ये श्राद्ध श्राद्ध क्रियार्थकं क्रियार्थकं तदुपरि तदुपरि तिलोदकं तिलोदकं सदा सदा ദർഭയുടെ മുകളിലാക്കി दंडे के ऊपर समर्पित कीजिए। കൈ നനച്ചിട്ട് വീണ്ടും ഒരു പ്രാവശ്യം വെള്ളം വാരിയെടുക്കുക, അല്പം വെള്ളം ഒഴിച്ചിട്ട് തിലോദകത്തിന്റെ മന്ത്രം हाथ जोड़ लीजिए और एक बार छुट्टा तिल हाथ में ले लीजिए और पानी में डाल दीजिए। ओम अस्मल कुले अस्मत् कुले मृतायेज मृताय च यदि येषां यदि येषां न विद्यते न विद्यते आवाह आवाह निषेधान् सर्वान् निषेधान् सर्वान् कुशप्रष्टे कुशप्रष्टे तिलोदकं तिलोदकं स्वधा सदा अर्पित दर्भയുടെ दंडे के ऊपर समर्पित कीजिए और हाथ जोड़ दीजिए और एक बार കൈ നനച്ചിട്ട് ഒരു പ്രാവശ്യം കൂടെ എള്ളു വാരിയെടുക്കുക, വെള്ളം ഒഴിച്ചിട്ട് മന്ത്രം ഉച്ചരിക്കുക. ഓം മാതാ माता മഹാകുലേജ महाकुले च യദി യേഷാം यदि येषां ന വിദ്യതേ न विद्यते ആവാഹ आवाह നിഷേധാൻ സർവാൻ निषेधान् सर्वान् കുശപ്രഷ്ടേ कुशप्रष्टे തിലോദകം तिलोदकं സ്വധാ सदा അർപ്പിക്കുക. दंडे के ऊपर समर्पित और हाथ जोड़ दीजिए। കൈ നനച്ചതിന് ശേഷം നമ്മുടെ പൂജാദ്രവ്യങ്ങൾ ഇരിക്കുന്ന ഇലയിൽ അരിയും എള്ളും നെയ്യും തേനും പഴവും എല്ലാം ചേർത്ത് പിണ്ട നൈവേദ്യമുണ്ട്. അത് ഇരിക്കുന്ന ഇലയിൽ തന്നെ 5 ഭാഗങ്ങളാക്കി വെച്ചിട്ട് ഒരു ഭാഗം വലതു കൈയിലെടുത്ത് ഇടതു കൈ ആചാര കൈയായി പിടിച്ചിട്ട് മന്ത്രം ജപിക്കണം. जो पिंड रखा है उसको 5 भाग कर लीजिए। 5 बार समर्पण करने का हिसाब से 5 भाग कर लीजिए और एक भाग हाथ में ले लीजिए। ഓം അബ്രഹ്മണേയോ अब्रह्मणेयो പിതൃവംശജാത पितृवंशजाता മാതൃസ്തദാ मातुस्सदा വംശ वंश ഭവാമതീയ भवामदीय वंश वंश द्वयेऽस्मिन् द्वयेऽस्मिन् मम मम दासभूत दासबोधा कृत्वान् चैव कृत्वा चैव आश्रिताच्च आश्रिताच्च सेवकाच्च सेवकाच्च मित्राणि सख्यान् मित्राणि शक्यान् पशपच्च भृष्टा अश्वच्छदृशा दृष्टाच्च दृष्टाच्च पृष्टाच्च पृष्टाच्च तदोपकार दोपकार जन्मान्तरे जन्मान्तरे मम सङ्गताच्च मम सङ्कटाच्च तेभ्यां तेभ्यः सदा पिण्डं सदा पिण्डम् अहं अहं ददामि. ददामि। നമ്മൾ വെച്ചിരിക്കുന്ന ദർഭയുടെ അഗ്രഭാഗത്ത് അതിന്റെ ടോപ്പിലായിട്ട് വെക്കുക. दर्भे का शीर्ष भाग में रख लीजिए एकदम लास्ट और हाथ धो लीजिए और दूसरा भाग हाथ में ले लीजिए.
കൈ നനച്ചതിന് ശേഷം രണ്ടാമത് ഭാഗം എടുത്ത് വലത് കൈയിൽ പിടിച്ച് ഇടത് കൈ ആചാര കൈയായി പിടിച്ച് മന്ത്രം ജപിക്കും. ഓം പിതൃവംശേ മൃതായ മാതൃവംശേ തഥൈവ ച ഗുരു ശിശിരബന്ധു ഹേമേ കുലേ യുക്തപിണ്ഡ പുത്രധാര വിവർജിത പ്രിയാലോക ഹതാചൈവ ജാത്യന്ത പങ്കവസ്തത വിരൂപ ആമഗർഭാച ജ്ഞാതാജ്ഞാത കുലേ മമ ധർമ്മപിണ്ഡോ മയാ ദത്തം അക്ഷയ ഉപദിഷ്ടതു. ആദ്യം വെച്ചതിന്റെ പിന്നില് ഗർഭയുടെ मध्य भाग में रखिए और हाथ धो लीजिए और तीसरी भाग में लीजिए. കൈ നനച്ചിട്ട് മൂന്നാമത് ഭാഗം എടുത്ത് വലത് കൈയിൽ പിടിച്ച് ഇടത് കൈ ആചാര കൈയിൽ പിടിച്ച് മന്ത്രം ജപിച്ചു. ഓം അസിപത്ര വനേ ഘോരേ കുംഭീവാഗേജ രൗരവേ തേഷാം ഉദ്ധരണായ ഇമം പിണ്ഡം ദധാമ്യഹം. രണ്ടാമത് വെച്ചതിന്റെ പിന്നിൽ ദർഭയുടെ എത്തിലായിട്ട് दर्भे का पाद भाग में रख लीजिए लास्ट में और हाथ धो लीजिए और 14 भाग लीजिए. കൈ നനച്ചതിന് ശേഷം നാലാമത് ഭാഗം എടുത്ത് വലത് കൈയിൽ പിടിക്കുക ഇടത് കൈ ആചാര കൈയായി പിടിച്ച് മന്ത്രം ജപിച്ചു. ഓം ഉത്സന്ന കുലകോടീന യേഷാം ദാതാ കുലേനഹി ധർമ്മപിണ്ഡോ മയാ ദത്തം അക്ഷയ ഉപദിഷ്ടതു. രണ്ടാമത് വെച്ചതിന്റെ ഇടത് ഭാഗം जो मध्य भाग में पिंड रखा है उसका लेफ्ट साइड में रख लीजिए और हाथ में लीजिए और पांचवा भाग ढक के ले लीजिए. കൈ നനച്ചതിന് ശേഷം അഞ്ചാമത് ഭാഗം എടുത്ത് വലത് കൈ പിടിക്കുക ഇടത് കൈ ആചാര കൈയായി പിടിച്ച് മന്ത്രം ജപിക്കുക. ഓം ഏ ബന്ധുവേ ഏ ബാന്ധവാഹ അന്യജന്മനി ബാന്ധവാഹ തേഷാം ഉദ്ധരണാർത്ഥായ ആമപിണ്ഡം അമൃതപിണ്ഡം പഞ്ചാമൃതപിണ്ഡം മോക്ഷപിണ്ഡം മുക്തിപിണ്ഡം सदा एंड राइट साइड वलद जो मध्य भाग में रखा है उसके बराबर राइट साइड में रख दीजिए और हाथ में लीजिए और जितना भी बचा हुआ पड़ा है पूरा हाथ में ले लीजिए. കൈ നനച്ചതിന് ശേഷം ഇലയിൽ ശേഷിക്കുന്നു തീർന്നു വാങ്ങിയെടുക്കും. ഓം പിണ്ഡാനാം സമീപേ ഉപരി പിണ്ഡശേഷം സ്വതാ. എല്ലാ പിണ്ഡത്തിന്റെ മുകളിൽ അല്പാൽപ്പം പോകും. पूरा पिंड के ऊपर डाल दीजिए और हाथ धो लीजिए. കൈ കഴുകി പ്ലേറ്റിലോട്ട് ഒഴിച്ചു. ആദ്യം നമ്മൾ 3 പ്രാവശ്യം തിലോദകം ചെയ്തതിന്റെ ബാക്കി എള്ള് അയിലേക്ക് ശേഷിക്കുന്നുണ്ട്. അത് തീർത്ത് വാരിയെടുത്തു. छुट्टा वाला तिल जितना भी पड़ा है पत्ते के ऊपर पूरा हाथ में दे दीजिए. നമ്മൾ വെച്ച പിണ്ടത്തിന്റെ മുകളിലോട്ട് കാണിച്ച് പിടിച്ച് ഇടത് കൈ കൊണ്ട് അല്പം വെള്ളം ഒഴിച്ച് ഇടത് കൈ ആചാര കൈയായി പിടിച്ചിട്ട് മന്ത്രം ജപിച്ചു. ഓം അബ്രഹ്മ സ്തംഭപര്യന്തം ദേവഋഷി പിതരസർവേ മാതൃമാത
മഹാദയ അതീത കുലകോടീന സപ്തദീപ നിവാസിന അബ്രഹ്മ ഭുവനാലോകാൻ യുതമസ്തു തിലോദകം സ്വദാ. അല്പം വെള്ളം ഒഴിച്ചിട്ട് അതിന് മുകളിൽ അർപ്പിക്കും. और थोड़ा पानी डालकर पूरा पिंड के ऊपर डाल दीजिए और हाथ धो लीजिए. കൈയൊന്ന് കഴുകിയതിനു ശേഷം എള്ള് കുഴച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രസാദമുണ്ട്. അതിനകത്ത് കിച്ര നിവേദ്യം, പിതൃക്കളുടെ ഇഷ്ട നൈവേദ്യമാണ് എള്ളും തേനും നെയ്യും ചേർത്തുള്ളത്. അത് തീർത്ത് മാറ്റിയെടുത്തു. जो तिल का निवेद्य रखा हुआ है वो हाथ में दीजिए, तिल वाला निवेद्य. ഓം പിതൃ ദേവദേവ്യോ നൈവേദ്യാർത്ഥം കിച്രം സ്വദാ. ആദ്യം വെച്ച പിണ്ടത്തിന്റെ വലതു ഭാഗമായിട്ട് സമർപ്പിച്ചു. जो शीर्ष भाग में जो पिंड रखा है उसका बराबर राइट साइड लीजिए और हाथ धो लीजिए. കൈ നനച്ചതിന് ശേഷം കുറച്ച് പൂക്കൾ വാരിയെടുത്ത് ഇടത് കയ്യിൽ പിടിക്കുക. മന്ത്രം ജപിക്കുന്ന അനുസരിച്ച് വലത് കൈകൊണ്ട് ഓരോ പൂക്കളിങ്ങനെ അനുസരിച്ച് लेफ्ट हैंड में फूल निकाल कर रखिए और एक एक मंत्र के हिसाब से एक एक फूल अर्चना करने का है. ഓം പാദ്യം നമഃ, पाद्यं नमः, ആർഗ്യം നമഃ, अर्घ्यं नमः, ആചമനം നമഃ, आचमनं नमः, ആവാഹനം നമഃ, आवाहनं नमः, സ്നാനം നമഃ, स्नानं नमः, പുനഃസ്നാനം നമഃ, पुनस्नानं नमः, വസ്ത്രം നമഃ, वस्त्रं नमः, സൂത്രം നമഃ, सूत्रं नमः, അലങ്കരണാർത്ഥം अलङ्करणार्थं അക്ഷതം നമഃ, अक्षतं नमः, ലേപനാർത്ഥം वेदनार्थं ഗന്ധം നമഃ, गन्धं नमः, ഗന്ധസ്യോപരി गन्धस्योपरि പുഷ്പം നമഃ. पुष्पं नमः. ഒരു പൂവെടുത്ത് ചന്ദനത്തിൽ മുക്കി അർപ്പിക്കും. अभी चंदन के साथ फूल अर्चना करने के ഗന്ധസ്യോപരി गन्धस्योपरि പുഷ്പം നമഃ. पुष्पं नमः. ചന്ദനത്തിൽ മുക്കി അർപ്പിച്ചതിന് ശേഷം ഒരല്പം പൂക്കൾ തൊഴുത് പിടിച്ചോളൂ. ധൂപ ദീപ കർപ്പൂരാദികൾ മുന്നിൽ കൊണ്ടുവരുമ്പോൾ ആ പൂവ് കർപ്പൂരത്തെ ഒന്ന് ചുറ്റിച്ചിട്ട് പിണ്ടത്തിൽ അർപ്പിക്കണം. മന്ത്രം ജപിച്ചതിന് ശേഷം കർപ്പൂരത്തിലല്ല അർപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ കർപ്പൂരത്തെ ഒന്ന് ചുറ്റിച്ചിട്ട് തൊഴുത് പിടിക്കുക. ശേഷം മന്ത്രം ജപിച്ചിട്ട് പിണ്ടത്തിൽ അർപ്പിച്ച് താഴത്തോട്ട് നമസ്കരിക്കും. थोड़ा सा फूल हाथ में ले लीजिए और कपोल दीप के ऊपर घुमाकर मंत्र उच्चारण के बाद पिंड के ऊपर समर्पित करो. ഓം നമോ നാരായണായ. ओम नमो नारायणाय. ഓം ധൂപം നമഃ, धूपं नमः, ദീപം നമഃ, दीपं नमः, കർപ്പൂര कर्पूर നീരാഞ്ജനായ निराञ्जनाय, ദിവ്യദർശനം നമഃ, दीर्घदर्शनं नमः, ധൂപം നമഃ, धूपं नमः, ദീപം നമഃ, दीपं नमः, കർപ്പൂര कर्पूर നീരാഞ്ജനായ निराञ्जनाय, ദിവ്യദർശനം നമഃ, दीर्घदर्शनं नमः, പ്രക്ഷാളനം നമഃ, प्रक्षालनं नमः, പാദപ്രക്ഷാളനം നമഃ, प्रक्षालनं പുനരാഗമനം നമഃ, नमः, കർപ്പൂര कर्पूर ദിവ്യദർശനം നമഃ. दर्शनं. കർപ്പൂരത്തെ ഒഴിഞ്ഞ പൂക്കള് പിണ്ടത്തിൽ അർപ്പിച്ചിട്ട് രണ്ട് കൈകളോ അതിൽ തൊട്ട് നമസ്കരിച്ചിട്ട് സാവധാനം എഴുന്നേറ്റ് നിന്നോളൂ. എഴുന്നേക്കാൻ എന്തെങ്കിലും പ്രയാസം അനുഭവപ്പെടുന്നവര് അവിടെ തന്നെ ഇരുന്ന് പൂജ കംപ്ലീറ്റ് ചെയ്യാം. പ്രയാസമൊന്നും ഇല്ലാത്തവര് സാവധാനം എഴുന്നേറ്റ് നിന്നോളൂ. फूल समर्पित करके खड़े हो जाइए. जिसको खड़ा होने का तकलीफ है बैठ सकता है. ഇനി ആചാര്യ ദക്ഷിണ സമർപ്പിക്കേണ്ട സമയമാണ്. കയ്യിൽ ദക്ഷിണ കരുതിയിട്ടുള്ളവരെടുത്ത് തൊഴുത് പിടിക്കുക. ഈ കാരണവശാൽ ദക്ഷിണ കരുതിയിട്ടില്ല എങ്കിൽ ക്രിയ ശേഷിച്ചതിന് ശേഷം, അതായത് നമ്മൾ പോയി ചില തർപ്പണം ചെയ്തതിന് ശേഷം തിരിച്ച് മണ്ഡപത്തിൽ സമർപ്പിക്കാവുന്നതാണ്. കയ്യിൽ തൊഴുന്നവരെടുത്ത് തൊഴുത് പിടിച്ചു. अभी दक्षिणा समर्पण करने का समय है. विधि का अनुसार दक्षिणा क्रिया का भाग है. अभी दक्षिणा समर्पण कर सकते हैं नहीं लोग समर्पण नीचे जाकर
समर्पण करने के बाद यहाँ भगवान के मंडप में बागबेली समर्पित कर सकता है। ओम नमो नारायणाय। ओम नमो नारायणाय। ओम रुद्रनेत्र समद्भूतम रजतम वित्तवल्लभम हिरण्यगर्भ गर्भस्थम हेमबीजम विभावसो अनंत पुण्यफलदम अदशांति प्रयच्छ मे सद्ब्राह्मणाय आचार्य दक्षिणा रजत पुष्पमयम् शिवार्पितम् നന്നായി പ്രാർത്ഥിക്കുക. മരിച്ചുപോയിട്ടുള്ളവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുന്നതിന് വേണ്ടി നിർവഹിച്ച ക്രിയയുടെ പരിപൂർണമായിട്ടുള്ള ഫലസിദ്ധിക്ക് വേണ്ടി ആചാര്യന് ദക്ഷിണ സമർപ്പിച്ച് എല്ലാം നാരായണനിലേക്ക് സമർപ്പിതമാകണമെന്ന് പ്രാർത്ഥിച്ച് നാരായണ മന്ത്രം ജപിച്ചുകൊണ്ട് ദക്ഷിണ അർപ്പിച്ചുകൊണ്ട് ഓം നമോ നാരായണായ. ओम नमो नारायणाय। 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 നമോ നാരായണായ. ओम नमो नारायणाय। ഓം നമോ നാരായണായ. ओम नमो नारायणाय। ഓം നമോ നാരായണായ. ओम नमो नारायणाय। ഓം നമോ നാരായണായ. ओम नारायणाय। ദക്ഷിണ സമർപ്പിച്ചതിന് ശേഷം കയ്യിൽ പവിത്ര മോതിരം ഊറ്റിയെടുക്കുക. നമ്മൾ പുറത്ത് ചുറ്റിയിരിക്കുന്നതോ പുതച്ചിരിക്കുന്നതുമായിട്ടുള്ള വെളുത്ത വസ്ത്രത്തിന്റെ തുമ്പും പവിത്രവും കൂടെ ചേർത്ത് പിണ്ടത്തിലോട്ട് കാണിച്ചിട്ട് രക്ഷം വെള്ളം ഒഴിച്ച് പവിത്രവും വസ്ത്രവും കൂടെ നനച്ച് പിണ്ടത്തിന്റെ മുകളിൽ കാണിച്ചിരിക്കും. पवित्र वृक्ष निकाल कर वस्त्र के साथ पकड़कर ओम माने डाल दीजिए। ओम एकेजास्मल कुलेजाता अपुत्र गोत्रजामृता ते ग्रहणन्त मया दत्तं वस्त्र നിഷ്പീഡിനോദകം വസ്ത്രവും പവിത്രവും പിഴിഞ്ഞ് ഒരു തൊഴിൽ വെള്ളം അതിലോട്ട് വീഴ്ത്തിയിട്ട് പവിത്രത്തിന്റെ കെട്ടഴിച്ച് പിണ്ടത്തിന്റെ മുകളിൽ അർപ്പിക്കും. पानी निकाल कर पेट के ऊपर थोड़ा सा डालकर पवित्र का गाठ खोलने का पवित्रത്തിന്റെ കെട്ടഴിക്കണം. കെട്ടഴിച്ച് പവിത്ര പിണ്ട के ऊपर डालने का. കെട്ടഴിച്ച് വെച്ചതിന് ശേഷം നമ്മുടെ പൂജാദ്രവ്യങ്ങൾ വെച്ചിരിക്കുന്ന ഇലയിൽ ശേഷിക്കുന്ന പൂക്കളുണ്ടെങ്കിൽ തീർത്ത് വാരിയെടുത്ത് തൊഴുത് പിടിച്ചോളും. फूल जितना भी बचा है वो पूरा हाथ में ले लीजिए. ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇടതുഭാഗത്തോട് തിരിഞ്ഞിട്ട് ആന്റി ക്ലോക്ക് വൈസിലേക്ക് 3 പ്രാവശ്യം ചുറ്റി പ്രദക്ഷിണം ചെയ്യണം. लेफ्ट डायरेक्शन में 3 बार प्रदक्षिण करने का है. ओम यानि यानि च पापानि यानि च पापानि जन्मान्तरकृतानि च तानि तानि विनश्यन्ति प्रदक्षिणपदे पदे प्रदक्षिण नमस्कारं प्रदक्षिण नमस्कार समर्पयामि. ओम अत्र गंधा तत्र पुष्प धूप दीप नैवेद्य प्रदक्षिणा पावन पूजा पितृश्राद्धं समर्पयामि. ओम
अनादि अनादि निधनो देवा निधनो देवा शंकुचक्र गदाधर अक्षय पुंडरीकाक्ष पितुर्मोक्ष प्रदो भवान् ओम अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष महेश्वर रक्ष जनार्दन रक्ष महाप्रभो ओम अच्युतानंद गोविंद वासुदेव जनार्दन पितृशापं हरं शीघ्रं वंशवृद्धिं प्रयच्छमि ओम कायेन वाचा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभावा करोमि यत् सकलं परस्मै नारायणाय समर्पयामि। पूर्णमद पूर्णमिदं पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शांति शांति शांति। हरि ओम तत्सत् ब्रह्मार्पणमस्तु परमात्मने नमः। എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക. മനസ്സിലൂടെ ആത്മാവിൽ മോക്ഷപ്രാപ്തി ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ രാമ മന്ത്രം മോക്ഷമന്ത്രമാണ് എല്ലാവരും ചേർന്ന് ജപിച്ചോളൂ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവരും പ്രാർത്ഥിച്ച് പൂർവ്വപിണ്ഡത്തിൽ പ്രാർത്ഥിച്ച് ശിരസ് കൊണ്ടിട്ട് മുട്ടുമടക്കി നമസ്കരിക്കാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക. പ്രയാസമുള്ളവർ താഴെ തൊട്ട് നമസ്കരിച്ചിട്ട് നമസ്കരിച്ചതിന് ശേഷം നമ്മൾ മഹാസങ്കല്പം ചെയ്ത് വെച്ചൊരു കെട്ടിയ നീളമുള്ള ദർഭ പിണ്ടത്തിന് താഴെ ഉണ്ട്. അതെടുത്ത് അതിന്റെ കെട്ട് അഴിച്ച് പിണ്ടത്തിന് മുകളിലാക്കി पिंड के नीचे एक दर्भा जिसका शीर्ष भाग बांधा हुआ है उसको निकाल दीजिए। निकाल कर उसका गांठ खोल दीजिए। गांठ खोलकर नॉट निकाल कर पिंड के ऊपर रख दीजिए। കെട്ടഴിച്ച് വെച്ചതിന് ശേഷം പിണ്ടത്തിന്റെ മുകളിൽ നിന്ന് ഒരു പൂവെടുക്കുക. മണത്ത് പിൻഭാഗത്തോട്ട് കളഞ്ഞ് വീണ്ടും ഒരു പൂവെടുത്ത് മണത്ത് ശിരസിൽ ചൂടും. एक फूल निकाल कर पिंड के ऊपर से एक फूल निकाल कर उसका गंध लेकर शीर्ष के पीछे साइड डाल दीजिए और एक फूल निकाल कर उसका गंध लेकर शिरस पर रख दीजिए। ശേഷം ഒരാൾക്ക് ചന്ദനോട് നെറ്റിയിൽ തൊടുക. चंदन लगाइए
എള്ള് കുഴച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രസാദം പിണ്ടത്തിന്റെ റൈറ്റ് സൈഡിൽ വെച്ചിട്ടുണ്ട് പിക്ചർ നിവേദ്യം. അതിൽ നിന്ന് വിലക്ക് കൊടുത്ത് നമ്മൾ നാവിൽ വയ്ക്കും. तिल का निवेद्य जो है उसमें से थोड़ा सा लेकर खा लीजिए। കൈയൊന്ന് കഴുകിയതിന് ശേഷം हाथ धो लीजिए। നമ്മൾ അഞ്ചായിട്ട് വെച്ച പിണ്ടം രണ്ട് കൈ കൊണ്ട് ചേർത്ത് അതെല്ലാം കൂടെ ഒന്നാക്കി വെക്കുക. അതിൽ പൂക്കളും ചേർത്തയൊന്നും താഴെ പോകാതെ അതെല്ലാം കൂടെ ചേർത്ത് ഒന്നാക്കി വെച്ച് पूरा पिंड जो है सब एक साथ कर लीजिए और जो खाली पत्ता है उसके ऊपर रख दीजिए। एक साथ उठाकर लेके जाना है समर्पण करने के लिए। പിണ്ടത്തിന്റെ ഇല രണ്ട് കൈ കൊണ്ട് എടുത്ത് സാധനങ്ങൾ വെച്ചയുടെ മുകളിലേക്ക് വെച്ചിട്ട് രണ്ടും കൂടെ ചേർത്തെടുത്ത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നാരായണ മന്ത്രം ജപിച്ച് സാവധാനം എഴുന്നേറ്റ് നിൽക്കുക. നമ്മുടെ ഈ ക്ഷേത്രത്തില് നിത്യവും അന്നദാനം നടക്കുന്ന ക്ഷേത്രമാണ്. എല്ലാ ദിവസവും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഇവിടെ അന്നദാനമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ദിവസത്തെ സമ്പൂർണ്ണ അന്നദാനം നടത്താൻ സാധിക്കുന്നവരാണെങ്കിൽ അന്നദാന ഫണ്ടുമായിട്ട് സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ഇനി ഒരു ദിവസത്തെ സാധ്യമല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ അന്നദാന ഫണ്ടിലേക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നത് നിങ്ങളാൽ കഴിയാവുന്ന സമർപ്പണങ്ങളും നൽകി അന്നദാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അറിയിക്കുകയാണ്. കൂടാതെ ഈ കർക്കിടക മാസത്തിലെ പൂജകളുടെ സമാപ്തി കുറിച്ചുകൊണ്ട് ഓഗസ്റ്റ് 15-ാം തീയതി ശനിയാഴ്ച സർവൈശ്വര്യ പൂജ, മഹാസർവൈശ്വര്യ പൂജയാണ്. നമ്മുടെ കാലദോഷങ്ങളും ദുരിതങ്ങളെല്ലാം മാറി ഭവനത്തിൽ സർവവിധമായിട്ടുള്ള ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി വിശേഷ വിധികളുള്ള സർവൈശ്വര്യ പൂജ. ഭവനങ്ങളിലേക്ക് തിരിച്ചു പോകാൻ കൂടി അറിയിക്കുകയാണ്.